जेसिका के अस्पताल में आखिरी अल्फाज रोला देने वाले थे। जेसिका ने कहा, मैंने डॉल्फिन से बच्चों जैसा प्यार किया। जेसिका को क्या पता था कि ये मेरी आखिरी छलांग होगी। इसके बाद जेसिका इस दुनिया से चली गई। ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിൽ റിസർച്ചേഴ്സ് പറയുന്നത് പ്രകാരം ഡോൾഫിന് സഹിക്കാനാവാത്തൊരു സ്മെല്ല് കാരണമാണ് ഡോൾഫിൻ്റെ അറ്റാക്കിംഗ് ബിഹേവിയർ ട്രിഗർ ആവാൻ കാരണമായത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള ഇവൻറ്റ്സ് എങ്ങനെയാണ് കുട്ടികളുമായി റിലേറ്റഡ് ആവുന്നതല്ലേ? ഡോൾഫിനിൽ കണ്ട ബിഹേവിയർ പോലെ തന്നെ കുട്ടികളും ചില കാര്യങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കാം. അത് ചിലപ്പോൾ ചില സൗണ്ടിനോടാവാം, അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ അല്ലാത്ത എൻവയോൺമെൻറ്റ്സിനോടും, പിന്നെ പതിവായി ഉണ്ടായിരുന്ന ഒരു റുട്ടീനിൽ ബ്രേക്ക് ആകുമ്പോൾ ആൻഡ് ഈവൻ ചില അപ്രതീക്ഷിതമായി നമ്മൾ കൊടുക്കുന്ന ഡിമാൻഡ്സിനോടും അവർക്ക് ബുദ്ധിമുട്ട് തോന്നാം. EBയിൽ ഇത്തരം ട്രിഗേഴ്സിനെ ആൻറ്റിസിഡൻസ് എന്നാണ് പറയുന്നത്. ഇത് തെറാപ്പിസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ബിഹേവിയർ ഉണ്ടാകാൻ കാരണമെന്ന് തിരിച്ചറിയാനാണ്. ഒരു കുട്ടിക്ക് ചില ഇവൻറ്റ്സിനോട് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ ഒരു ബിഹേവിയർ കാണിക്കുമ്പോൾ അത് അവർ നോട്ടി ആയതുകൊണ്ടല്ല, മറിച്ച് അത് അവർക്ക് സ്ട്രെസ്ഫുൾ ആയതുകൊണ്ടാണ്. തെറാപ്പിസ്റ്റുകളും മാതാപിതാക്കളും ചേർന്ന് ചെയ്യേണ്ട ജോലി ഈ ട്രിഗറുകൾ കണ്ടെത്തുകയും അതിനെ കൈകാര്യം ചെയ്യാനുള്ള വഴികൾ പഠിപ്പിക്കുകയും കുട്ടികൾക്ക് കൂടുതൽ സുരക്ഷിതവും ആരോഗ്യകരമായ രീതിയിൽ പ്രതികരിക്കാൻ സഹായിക്കുകയുമാണ് ചെയ്യേണ്ടത്. കാരണം എന്തുകൊണ്ട് എന്ന് മനസ്സിലായാൽ മാത്രമേ എങ്ങനെ ഇത് മാറ്റാൻ കഴിയുമെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.